നിതിൻ രാജിന്റെ മരണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് കോളേജിലെ ദൃശ്യങ്ങളും രേഖകളും ശേഖരിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, അന്വേഷണം പുരോഗമിക്കുകയാണ്. നിർണായക തെളിവുകൾ ലഭിച്ചു എന്ന് പോലീസ് പറയുമ്പോൾ ഈ പ്രതികളായ, അതായത് അധ്യാപകർ ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലൊക്കെ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? മറ്റ് അധ്യാപകരുടെയും അതുപോലെ തന്നെ സഹപാഠികളുടെയും ഒക്കെ മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. തീർച്ചയായും അമ്പിളി, നിർണായക തെളിവുകൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ്. അന്ന് ക്യാമ്പസിന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത്, സ്റ്റാഫ് റൂമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ രേഖയാണ് ഈ CCTV ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ആ നിർണായക തെളിവുകൾ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നശിപ്പിക്കുമോ എന്നൊരു ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇവരുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉൾപ്പെടെ പങ്കുവച്ചതാണ്. ആ ആശങ്ക മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് ത്വരിതഗതിയിൽ തന്നെ ഈ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ആ തെളിവുകൾ കണ്ടെത്തുകയായിരുന്നു. കോളേജിലെ നിർണായകമായ രേഖകളും CCTV ദൃശ്യങ്ങളുമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മൾ അല്പസമയം മുമ്പ് ഈ കോളേജിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ച അവർ ഗുരുതര ആരോപണങ്ങളാണ് ഈ ആശുപത്രി അധികൃതർക്കെതിരെ ഉയർത്തുന്നത്. ഈ റാം എന്ന് പറയുന്ന ആരോപണ വിധേയനായ സസ്പെൻഷനിലായ അധ്യാപകൻ മുമ്പും പല രീതിയിൽ പലപ്പോഴും പലരോടും ഇത്തരത്തിൽ വളരെ മോശമായി സംസാരിക്കുകയും ജാതീയ അധിക്ഷേപം നടത്തുകയും സാമ്പത്തികമായി ഇല്ലാത്തതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ആളുകളുടെയും അച്ഛന്റെ അമ്മയുടെയും ജോലി വെച്ച് ഇത്തരത്തിൽ അപഹർഷ്യമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പല കുട്ടികളും കഴിഞ്ഞ കാലത്തിൽ വലിയ ട്രോമയിലൂടെ കടന്നുപോകുകയായിരുന്നു. ഈ വലിയ ട്രോമയിലൂടെ കടന്നുപോയ ഈ ഘട്ടത്തിൽ ഇതുമായി തന്നെ തങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു പോയി എന്ന കാര്യമാണ് അവർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ പരാതികൾ ലഭിച്ച ഘട്ടത്തിൽ കോളേജ് അധികൃതർ നിസ്സംഗ മനോഭാവം സ്വീകരിച്ചു. കോളേജിൽ അധ്യാപകൻ, ഈ വകുപ്പ് മേധാവിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പ്രിൻസിപ്പലിന്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സമാന രീതിയിൽ പരാതി കൊടുത്ത നിരവധി ആളുകളുണ്ട്. സമാന പരാതിയിൽ ഇയാൾക്കെതിരെ 5 മാസത്തെ സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ദേഹോപദ്രവവും ഏൽപ്പിക്കുന്നത് മുതൽ, മുടിക്ക് കുത്തിന് പിടിക്കുന്നത് മുതൽ, അസഭ്യ വർഷം പറയുന്നത് മുതൽ, ഇന്റേണൽ മാർക്ക് കുറയ്ക്കുന്നത് മുതൽ തുടങ്ങി നീളുന്നതാണ് ഇവരുടെ ക്രൂരത എന്ന് പറയുന്നത്. അതായത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത മൗലിക അവകാശ ലംഘനമാണ് ഇവിടെ ഈ കോളേജിന്റെ ഉള്ളിൽ നടനമാടിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇവരുടെ വാക്കിൽ നിന്നും ഇവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ അവസാനത്തെ ഇരയാണ് ഇത്തരത്തിൽ നിതിൻ രാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളുമായി വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ഒപ്പം ചേർന്നിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ സമരം കടുക്കുകയാണ്, പ്രതിഷേധം കടുക്കുകയാണ്. മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. 3ാം വർഷ BDS വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇന്ന് പ്രവൃത്തി. ജോസഫിലേക്ക് മടങ്ങിയെത്താം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നിതിൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ അധ്യാപകരിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് പ്രതികരിച്ച് കോളേജ് വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പ്രതികരണം കാണാം. അപ്പോൾ ഫിസിക്കലിയും ചെയ്യാറുണ്ട്. അതായത് തലയിലടിക്കുക, ഇപ്പം മുടി വളർന്നിട്ടുണ്ടെങ്കിൽ മുടിയിൽ പിടിക്കുക, താടി ഉരച്ച് നോക്കുക. ഇനിയിപ്പോൾ മുടി കുറച്ച് കൂടി താടി എന്തെങ്കിലും ഉരയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 200-500 വെച്ചിട്ട് ഫൈൻ കൊടുക്കുക. അല്ല, ബോയ്സിന് ചെയ്യുക. പിന്നെ ചെവിക്ക് പിടിക്കുക, പെടലിക്ക് അടിക്കുക. പിന്നെ ഒരു കംപ്ലൈന്റ് പോയ ശേഷം ഗേൾസ് ആണ് കംപ്ലൈന്റ് കൊടുത്തത്, ഫിസിക്കൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പൊ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷെ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടിപ്പിക്കുന്നില്ല. എന്റെ ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസന്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യുക, ഷൂട്ടിൽ അടിപ്പിക്കുക, കയ്യില് തലയില്. റാം സാർ അത് ബോയ്സ് ഹോസ്റ്റലിലെ കാര്യമാണ്. അതിനെ പറ്റി വ്യക്തമായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. അതിപ്പോ റാം സാറിനെ പറ്റിയിട്ടാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുള്ളി സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫ്സിനൊന്നും, പുള്ളി സീനിയർ സ്റ്റാഫാണ്, HOD ആണ്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ജൂനിയർ സ്റ്റാഫിനൊന്നും സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. അവര് സംസാരിക്കില്ല. അപ്പൊ സാർ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് എതിർത്ത് പറയും? മാമിനെ പറ്റിയിട്ട് അങ്ങനെ ഇതുവരെ ഒരു കുട്ടികളും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ
ഗ്രാജുവേഷൻ ഡേക്ക് പോലും എല്ലാ കുട്ടികളും സംഗീത മാമിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. മേ ബി മാം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ യൂഷ്വലി അത് ഉള്ളതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഇത്ര ഒരു സാറ് സംസാരിക്കുമ്പോൾ എങ്ങനെ തിരിച്ചു പറയാൻ പറ്റും? അപ്പൊ മാം സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാകാം. മാമിനെ പറ്റി അധികം കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് നമുക്കൊരു ഒരു കൊടുത്ത കംപ്ലൈന്റുകൾ നടപ്പാക്കുന്നിടം വരെ നമ്മൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളുടെ പ്രതിഷേധം നമ്മൾ അങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. നിലവിലൊരു കുട്ടി മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. നിങ്ങൾക്കുള്ള കംപ്ലൈന്റ് നിങ്ങൾ പോലീസിന് കൈമാറും. നിങ്ങൾക്ക് നിലവിൽ ഒരുപാട് കംപ്ലൈന്റുകളുണ്ട് ഈ അധ്യാപകനെതിരെ. നിങ്ങൾ നടപടിയുമായിട്ട് പോലീസിനെ ബന്ധപ്പെടും. അതായത് റാം സാറിനെതിരെ ഇപ്പൊ ഈ കേസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി തീരുമാനിച്ചില്ല. നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാനും പ്രിൻസിപ്പളിനും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കാം മേ ബി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ സെൻസേഷൻ കേസ് ആയതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ കോളേജ് മാനേജ്മെന്റോടും തീരുമാനിച്ചിട്ട് മാത്രമേ തീർച്ചയായും ഉണ്ടാവാം. ഫെയിലിയർ സ്റ്റുഡൻസ് ആണ് ഇതിനെതിരെ എന്ത് വന്നാലും ഇപ്പൊ ഇനിയെങ്കിലും പ്രതികരിക്കാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എത്ര എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക. ഈ കുട്ടിക്കെതിരെ കുറച്ച് അലിഗേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് വ്യക്തത വരാത്തത് കൊണ്ടാണ് ഇതുവരെ നമ്മൾ പ്രതികരിക്കാതിരുന്നത്. ഇനി ഇപ്പൊ പക്ഷെ എന്ത് കാര്യം കൊണ്ടാവട്ടെ അതൊക്കെ കോളേജാണ് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ അവരന്വേഷിച്ചിട്ട് അതിന്റെ സത്യസന്ധത എന്തുകൊണ്ടാണെന്നുള്ളത് അവരന്വേഷിക്കട്ടെ. പക്ഷെ ഈ റാഗിങ്ങും കാര്യങ്ങളും ഉള്ളതാണ്. അതിനെപ്പറ്റി ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ പ്രതികരിക്കാനാണ്? നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ ആ അധ്യാപകരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുകയാണ്. അതിൽ ഒരു കുട്ടിയാണ് കോളേജിലെ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണമാണ് കണ്ടത്. ജോസഫ് ചേരുന്നുണ്ട്. ജോസഫ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം കോളേജിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം KSU MSF പ്രതിഷേധം നേരത്തെ നടന്നിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ആ കോളേജിലെ തന്നെ വിദ്യാർത്ഥി, പ്രത്യേകിച്ച് ഈ ഡോക്ടർ റാം അധ്യാപകനെ കുറിച്ച് ഇന്നലെ തന്നെ നിതിൻ്റെ സംഭാഷണത്തിലൊക്കെ നമ്മൾ കേട്ടതാണ് ആ അധ്യാപകന്റെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പോൾ വീണ്ടും ആ ആരോപണം കടുപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരിച്ച ആ പെൺകുട്ടിയും ഒക്കെ പറയുന്നത്. ആരോപണ വിധേയരായ അധ്യാപകർക്കുള്ള ആരോപണം കൂടുതൽ കടുക്കുകയാണ്. ഈ അധ്യാപകരുടെ അടക്കം മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഈ ആരോപണം ഉന്നയിച്ച നിമിഷം മുതൽ ആ അധ്യാപകർ ഒളിവിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും അമ്പിളി, അതായത് ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ തന്നെ ഈ അധ്യാപകർ ഒളിവിൽ പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്. ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നത്. ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ കിരാതമായ നടപടികളാണ്, ഇത്തരത്തിൽ കിരാതമായ പെരുമാറ്റമാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ ചൊരിഞ്ഞതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞതിന്റെയൊക്കെ പേരിൽ നിർലോഭമായി, അതായത് ഒരു മനസ്സാക്ഷിയുമില്ലാത്ത രീതിയിൽ, ഒരു മൗലിക അവകാശങ്ങൾ അംഗീകരിക്കാത്ത രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പെരുമാറ്റം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വളരെ ഗൌരവപൂർവ്വമായിട്ടുള്ളൊരു പരാതിയാണ് ഈ വിദ്യാർത്ഥിനികൾ പങ്കുവച്ചത്. എന്തായാലും ഈ സംഭവം, അതായത് നിതിൻ രാജ് മരിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങളുടെ ഒരു ഗൌരവം, ഇതിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്ന് തങ്ങൾക്ക് ബോധ്യമായത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായതെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതുവരെ ഒരു കാരണവശാലും ഈ ക്ലാസുകളുമായി ബന്ധപ്പെട്ട് സഹകരിക്കില്ല എന്നുള്ളൊരു കടുത്ത സ്വരം തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുക്കുന്ന ഒരു സാഹചര്യവും ഇതിനോടകം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കോളേജ് അധികൃതർ പലപ്പോഴും ഈ അധ്യാപകനെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അതാണ് ഈ പ്രശ്നം ഇത്രത്തോളം ഗൌരവപൂർവ്വമാക്കിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മുമ്പും സമാന രീതിയിൽ നിരവധി പരാതികൾ ഈ അധ്യാപകനെതിരെ നിരത്തുമ്പോഴും ഒരു സുരക്ഷിത കവചം തീർത്തിരിക്കുകയായിരുന്നു കോളേജ് അധികൃതർ എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. ഇതിന് തഴക്കവും വെള്ളവും ഇത്തരത്തിൽ ജലവും വളവും നൽകി പ്രോത്സാഹിപ്പിച്ചത് തീർച്ചയായും കോളേജ് അധികൃതർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോളേജ് അധികൃതർക്ക് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അറിവുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് അധികൃതർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഈ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ റാമിനെതിരെ വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇതിനു മുമ്പും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ പരാതികൾ എങ്ങും എത്താത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് ബോധ്യമായിട്ടുള്ളതും. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇവിടെ തുടർ നടനമാടിക്കൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളുടെ അവസാനത്തെ ഒരു ഉദാഹരണം. ജോസഫ്, അങ്ങനെ അതിലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാം ഈ അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണം ആദ്യമായിട്ടാണ്
രീതിയിലാണ് ഒരു പ്രതികരണം വരുന്നത്. ഈ വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം ഈ നിതിൻ രാജിന്റെ വിഷയത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികളും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും നമ്മൾ ഈ ഒരു വിഷയത്തിൽ അധ്യാപകനെ പിരിച്ചുവിടുന്നത് വരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. മാത്രമല്ല, ഒരു കാരണവശാലും ഈ അധ്യാപകനെ സഹായിക്കുന്ന നിലപാട് ഈ കോളേജ് അധികൃതർ സ്വീകരിക്കാൻ പാടില്ല. കൃത്യമായി അന്വേഷണം നടക്കണമെന്ന 3 ആവശ്യങ്ങളാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. രാവിലെ KSU പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. തൊട്ടു പിന്നാലെ MS പ്രവർത്തകരും പിന്നീട് മഹിളാ മോർച്ച പ്രവർത്തകരും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തി വന്നിരുന്നു. പിന്നീട് ഈ കോളേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ന്യായമായ ഒരു നീതി അത് നിതിൻ രാജിന് നേടിയെടുക്കേണ്ടതുണ്ട്. ഈ കോളേജ് അധ്യാപകൻ വളരെ മോശമായി പെരുമാറിയതിന് അതിന്റെ ദുരനുഭവം പേറി നടക്കുന്നവരാണ് ഈ കോളേജിലെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധാവഹമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത്. കേട്ടുകേൾവി ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഇവിടെ സ്ഥിരം പല്ലവിയായി നടക്കുന്നുണ്ട് എന്നുള്ളത് അത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റാമിനെതിരെ നടപടി കർശനമാക്കണം, ശക്തമാക്കണമെന്നൊരാവശ്യം ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അമ്പിളി.